ഹലോ ഫ്രണ്ട്സ്, എങ്ങനെ നമുക്കൊരു സിമൻറ്റ് പോട്ട് നിർമ്മിക്കാമെന്നുള്ള സിമ്പിളായിട്ട് എങ്ങനെ ഒരു സിമൻറ്റ് പോട്ട് നിർമ്മിക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, ഇതിനായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ വീടുകളിൽ പണം നിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു സാധനമാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഒഴിവാക്കിയതാണ്. അപ്പോൾ നമുക്കിത് ആക്സോ ബ്ലേഡ് എടുത്തൊന്ന് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യാനായിട്ട് ആക്സോ ബ്ലേഡൊന്നും ആവശ്യമില്ല. അത് ഷാർപ്പ് ഉള്ള എന്തെങ്കിലും ഒരു കത്തിയായാലും മതി. അങ്ങനെ നമുക്കത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിനുശേഷം പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് പഴം തുണികളാണ്, നമ്മൾ ഒഴിവാക്കിയ തുണികളാണ്. പിന്നെ കുറച്ച് സിമൻറ്റ്, വെള്ളം എന്നിവ ആവശ്യമാണ്. നമ്മൾ കുറച്ച് സിമൻറ്റ് ഒരു പാത്രത്തിലെടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സാക്കിയതിന് ശേഷം നമ്മൾ എടുത്ത തുണികൾ അതിലിട്ട് നല്ലപോലെ ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ആ പ്ലാസ്റ്റിക് ബോട്ടിലിന് ചുറ്റും നമ്മൾ ഈ മുക്കിയെടുത്തിരിക്കുന്ന തുണികൾ, അതായത് സിമൻറ്റിൽ നമ്മൾ മുക്കിയെടുത്ത ആ തുണികൾ നമ്മൾ അതിന് ചുറ്റും നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കുക. സൈഡിലും അടിയിലും എല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒട്ടിയതായിട്ട് കാണാവുന്നതാണ്. ഇനി നമുക്കത് കയ്യിലെടുത്തതിന് ശേഷം അതിൻ്റെ എല്ലാ ഭാഗത്തും സിമൻറ്റ് ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുക. ഒരു ഷേപ്പിൽ പിടിപ്പിച്ചു കൊടുക്കുക. അത് എല്ലാ ഭാഗങ്ങളിലും അതങ്ങനെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക. സിമൻറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് കൈക്ക് എന്തെങ്കിലും ചെയ്യുന്നത് നന്നായിരിക്കും. കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാ ഭാഗത്തും സിമൻറ്റ് അതേ ഷേപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗത്തും നമ്മൾ ഒരേപോലെ സിമൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ആ പ്ലാസ്റ്റിക് ബോട്ടിലിനെ നമ്മൾക്ക് ഇതേമാതിരി ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഈ ഷേപ്പിലേക്ക് ആക്കിയെടുത്തതിന് ശേഷം ഒന്നുകൂടി അതിനെ നമുക്ക് ഉയർത്താൻ വേണ്ടി അവിടെ വീണ്ടും ഷേപ്പ് ചെയ്യാൻ വേണ്ടി സിമൻറ്റ് അപ്ലൈ ചെയ്യാം. എല്ലാ ഭാഗത്തും ഒരുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് റഫാക്കി കൊടുക്കാം. വീണ്ടും നമുക്ക് സിമൻറ്റ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. 24 അവർ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി 24 മണിക്കൂർ നമുക്ക് ഉണങ്ങാൻ വെക്കാം. ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ ഒന്നുകൂടി അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഒന്നുകൂടി സിമൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ചെയ്ത സമയത്ത് നമുക്കിങ്ങനെ നല്ലൊരു ഷേപ്പിലേക്ക് അതിനെ ആക്കിയെടുക്കാൻ കഴിഞ്ഞായിട്ട് കാണാം. അതിനുശേഷം വീണ്ടും ഉണക്കാൻ വെക്കുക. കുറച്ച് ഉണങ്ങിയതിന് ശേഷം നമുക്കതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം, അതായത് നല്ല മിനുസപ്പെടുത്തി കൊടുക്കാം. വീണ്ടും അത് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ഗ്രൈൻസ് എല്ലാം നമുക്ക് ഒന്ന് കത്തി ഉപയോഗിച്ച് മെല്ലെ മെല്ലെ ഒഴിവാക്കാം. അതായത് സിമെൻറ്റിൻ്റെ കഷ്ണങ്ങൾ അവിടെ പൊങ്ങിക്കിടക്കുന്നൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് പേപ്പർ ചെയ്യാം, നല്ലപോലെ പേപ്പർ ചെയ്യാം. അതായത് സാൻഡ് പേപ്പർ ഇട്ടിട്ട് നല്ലപോലെ ഉരയ്ക്കുക. അത് ഉരച്ച് കഴിഞ്ഞ ശേഷം നമുക്കത് വെള്ളത്തിൽ മുക്കി വെക്കണം. അതായത് 24 അവർ വെള്ളത്തിൽ നമുക്ക് മുക്കി വെക്കാം. ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അത് വെള്ളത്തിൽ നിന്നും വീണ്ടും പുറത്തേക്കെടുത്ത് നമുക്ക് അതിൻ്റെ മുകളിൽ ഒന്നെങ്കിൽ സിമെൻറ്റ് പ്രൈമർ അല്ലെങ്കിൽ പുട്ടി എന്തെങ്കിലും ഒന്ന് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം മിനുസപ്പെടുത്തി കൊടുക്കുക. ശേഷം നമുക്ക് അത് പെയിൻറ്റ് ചെയ്യാനായി നമുക്ക് ആക്രിലിക് പെയിൻറ്റോ ഫാബ്രിക് പെയിൻറ്റോ സാധാരണ പെയിൻറ്റോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഫാബ്രിക് പെയിൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ഭാഗത്തും നല്ലവണ്ണം വളരെ നല്ലപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും നല്ലപോലെ പെയിൻറ്റ് ചെയ്തതിന് ശേഷം അത് ഉണങ്ങാൻ വെക്കുക. ഞാൻ വേറൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൂടി ഇങ്ങനെ ചെയ്തിരുന്നു, അത് പെയിൻറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഒരു സിമൻറ്റ് പോട്ടാണ്. അത് വളരെ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. സുഹൃത്തുക്കളെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.